അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തിരിച്ചു? എങ്ങനുണ്ട്? മെല്ലെ എൻ കണ്ണാടിച്ചില്ലോർമയിൽ ശ്രുതിരാഗത്തിൽ നടമാടും തിങ്കളെ, മുല്ലേ മഴവില്ലേ ചൊല്ലുമൂ വന്തിയിൽ മഴയായെന്നിൽ തോരാതെ മൊഴിയാകുമോ? അകതാരിലുണ്ട് നീ അനുരാഗലോലയായി, അലിവോടെ എൻ്റെ ആദ്യഗാന താളമാകു നീ, ഋതുരാഗമാടു നീ, ഋതുവേഗമായിടാ മനം വേദിയാണ് നിൻ പദങ്ങൾ നൃത്തമാകുവാൻ. നിന്നെ മഴവില്ലേ ചൊല്ലുമോ വന്തിയിൽ മഴയായെന്നിൽ തോരാതെ മൊഴിയാകുമോ? ഓ എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ എല്ലാവരും പറയുന്നത് വിശ്വസിക്കാതെ ശ്രീയേട്ടാ, എല്ലാം ഉടായിപ്പാ. ശരി, ആ ഉമ്മ പറഞ്ഞ സത്യം തോന്നുന്നു. അവരുടെ നിസ്സഹായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അതിപ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ, നമ്മളെ അമ്മയാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ, അത് കറക്റ്റാണ്. പക്ഷേ ആ കോഴിക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അയാളുടെ ആ നല്ലവനായ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യുന്ന നോക്കുമ്പോൾ എനിക്ക് ചവിട്ടി മെതിച്ച് പോലെ പൊട്ടക്കെട്ടിലും കൊണ്ടിടാനാണ് തോന്നുന്നത്. ദേ ചെറിയച്ഛൻ്റെ മോനായോട് പറയല്ലേ, കയ്യിലിരിപ്പൊക്കെ നല്ല കണക്കാണ് അവൻ്റെ. ഓ എൻ്റെ ശ്രാവണേ, അവൻ നിൻ്റെ ചേട്ടനാടാ, എൻ്റെ അനിയൻ. എടാ, ഇനി എങ്ങനെയായിരുന്നാലും എന്തായിരുന്നാലും നമ്മൾ അച്ഛനോടുത്ത വാക്ക് മറക്കരുത്. അവനവിടെ കൊണ്ട് നിർത്തുമെന്ന്. പിന്നെ അച്ഛൻ തീരുമാനിക്കട്ടെ നോക്കണോ വേണ്ടെന്നൊക്കെ. അച്ഛൻ്റെ സങ്കടം കാണാൻ വയ്യാത്തോണ്ടാ. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. ഇങ്ങനെ പലതും കാണുമെന്ന് എനിക്ക് നന്നായിട്ടറിയായിരുന്നു. എടാ, നമ്മൾ വിചാരിച്ച എത്ര പ്രതിസന്ധികളൊന്നുമില്ലല്ലോ. ആ ചെറുക്കൻ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൻ പൈസയുടെ അടുത്തൊക്കെ കുറച്ച് ആക്രാന്നുള്ളതാണ്. അതുകൊണ്ട് സ്വത്തും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അവൻ വരും. പക്ഷെ അവൻ എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണ്ടേ, അതല്ലേ ടാസ്ക്. അതുവരെ നീ നിൻ്റെ തിരിവ് അടച്ചൊന്നും മിണ്ടായിരിക്കോ. അതിന് നമ്മുടെ കൂടെ അബു വേണം. അല്ലെങ്കിലും അച്ഛനും അബുവിൻ്റെ അമ്മേനെയൊക്കെ ഭയങ്കര കാര്യമാണ്. ഈ പറഞ്ഞതിന് തന്നെ നമ്മുടെ സഹോദരനാ പ്രശ്നക്കാരൻ. അബു അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആസ് എ ഫ്രണ്ട് അവൻ കണ്ണടച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നീ അവനെ പറയണ്ട. അതാരാ? ഏത്? അത് അളിയനെന്ത് രാത്രി ഇവിടെ? സമയം 8 മണിയായല്ലോ, എന്തു പറ്റിയളിയാ? ഓ, വഴക്ക് കൂടിയിട്ട് പോയോണ്ട് അളിയന് വീട്ടിൽ പോയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. മനസ്സിലായി. കൊച്ചു കള്ളൻ. അപ്പോൾ സ്നേഹമൊക്കെ ഉണ്ട് എൻ്റെ ചേട്ടൻ്റെ അടുത്ത്. ആ സ്നേഹം ഉണ്ടടാ, സ്നേഹം ഉണ്ടെന്ന് മാത്രമല്ല, ആ സ്നേഹം കുറച്ച് കൂടുതൽ തന്നെയാണ്. നീ ഒന്ന് പോയേ, മനുഷ്യ ഇവിടെ തീന വണ്ടല്ല നിൽക്കുന്നേ. അത് കുറച്ച് വെള്ളം കോരി ഒഴിച്ചാൽ മതി, അണഞ്ഞോളൂ. ഒരു മിനിറ്റ്, ഇപ്പം പോവാം. അല്ല ഏട്ടാ, ഏട്ടന് ഈ വിക്രം ഗ്രൂപ്പ്സ് അറിയാമല്ലോ, അളിയൻ്റെ കമ്പനിയല്ലേ, അളിയൻ്റെ ഫാമിലി കമ്പനിയല്ലേ. പിന്നെന്താ ഏട്ടനത് അബുവിനോടും അബുവിൻ്റെ ഉമ്മയോടും അറിയാത്ത പോലെ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞേ. ഞാനത് അന്നേരമേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. അറിയാം. പിന്നെ ഞാനെന്താ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കമ്പനിയാണെന്ന് പറയണമായിരുന്നു. എൻ്റെ പൊന്ന് ശ്രാവണേ, ഇവിടെ ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറയാൻ വരെ മടിയാ. പിന്നെ ഇനി അതുകൂടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അനിയൻ അറിഞ്ഞിട്ട് ഇനി അനിയൻ വെട്ടിക്കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കിട്ട് കയറാനായിട്ട്. അതുകൊണ്ട് മാത്രമല്ല പറയാത്തത്. ഇതൊക്കെ ഞാൻ അവരോട് അങ്ങനെ പറയുന്നത്.
പിന്നെ ഫാമിലി പരമായിട്ട് അറിയാം, അത് പറഞ്ഞു. അങ്ങനെയല്ലേ ഓരോ അബദ്ധങ്ങൾ പറ്റിയത്. അതൊന്നും എന്നെ നീ ഓർമ്മിപ്പിക്കല്ലേ. ഇല്ല ഏട്ടാ, ഏട്ടൻ്റെ തലയിൽ ഇടുത്തി വീണ ദിവസം ഞാൻ ഒരിക്കലും ഓർമ്മിപ്പിക്കത്തില്ല. എന്നാൽ ഞാൻ പോട്ടെ. കണ്ടിന്യൂ ഗൈസ്, ബൈ. പോയോ? ഇതുപോലെ ഒരെണ്ണം മതി എൻ്റെ കുടുംബജീവിതം തകരാൻ. ഹായ്. അല്ല, എന്താ എൻ്റെ കമ്പനിയുടെ കാര്യമൊക്കെ പറഞ്ഞ ആരെടുത്ത് പറയുന്ന കാര്യ? എന്താ പ്രശ്നം? എന്താ? എന്തിനാ വന്നതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ആദ്യം. അതിനു മുമ്പേ നീ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് വേണമെങ്കിൽ ഞാൻ പറയാം. പിന്നെ നിൻ്റെ കമ്പനിയുടെ പേരും അതും എല്ലാം ഇതിൽ ബാധിക്കുന്നതുകൊണ്ടും പറയാം. ശിവയെ കാണുന്നില്ല. കിട്ടിയ അഡ്രസ്സൊക്കെ തപ്പി പിടിച്ച് ഞങ്ങൾ അവിടെ ചെന്നതാ. അന്നേരം ശിവ മിസ്സിങ്ങാ. അതിൻ്റെ തലേന്ന് നിൻ്റെ അനിയനുണ്ടല്ലോ, അസുർ വിക്രം, അവനവിടെ ചെന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന്. ശിവയെ കെട്ടണം, കെട്ടിച്ചു കൊടുക്കണം, മുത്തശ്ശന്മാർ തമ്മിൽ എന്തോ ഡീലുണ്ടെന്നോ മാങ്ങയെന്നോ തേങ്ങയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിറ്റേന്ന് അബുവിൻ്റെ ഉമ്മ, അതായത് ശിവയെ നോക്കുന്നെന്ന് പറഞ്ഞില്ലേ, അവരുടെ ഉമ്മ, ആ പയ്യൻ്റെ ഉമ്മ പേടിച്ചിട്ട് മധുരയിലോട്ടങ്ങോട്ട് ട്രെയിൻ കയറ്റാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ആക്കിയിട്ട് തിരിച്ചു വന്നതാണ്. മധുരയിൽ എത്തിയിട്ടില്ല, അവർക്കറിയാമെന്നുള്ള ആരുടെ വീട്ടിലുമില്ല. ഇപ്പം എവിടെയാണെന്നറിയത്തില്ല. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറച്ച് പ്രശ്നവും. അതാ അവനത് പറഞ്ഞത്. അവർ വിക്രം ഗ്രൂപ്പ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അച്ഛനുമായിട്ട് പരിചയമുള്ള കുറച്ച് ഫിനാൻഷ്യൽ ബിസിനസ്സൊക്കെ ഉള്ള ഗ്രൂപ്പാന്ന് പറഞ്ഞായിരുന്നു, അച്ഛനുമായിട്ട് കൊളാബൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നീയുമായിട്ടുള്ള ബന്ധമൊന്നും എനിക്കവിടെ പറയാൻ പറ്റത്തില്ലല്ലോ. അതാ അവനത് ചോദിച്ചത്. അല്ല, പാതിരാത്രി ഇതറിയാനാണോ വന്നേ? അല്ലല്ലോ. എന്തിനാ വന്നേ? ഇനി എന്തെങ്കിലും പേഴ്സണലി പറയാനാണെങ്കിൽ പെട്ടെന്ന് പറ, എനിക്ക് കിടക്കണം. രാവിലെ എനിക്ക് ഒരാളുടെ വീട് വരെ പോകാനുള്ളതാണ്. അവനത് ചെയ്യും. എൻ്റെ അനിയനാണെങ്കിൽ അവനത് ചെയ്തിരിക്കും. ഇതാ ഞാൻ നിന്നോട് പറയുന്നത്, അവനൊന്നൊന്നര മുതലാന്ന്. പക്ഷെ ഇപ്പം ഞാൻ അതിനല്ല വന്നത്. എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. രാവിലെ നീ എവിടെ പോകുന്ന കാര്യം പറഞ്ഞു. അതെന്തിനു പോകുന്നയാ? നിനക്ക് നീ അത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ? ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിൻ്റെ അനിയനെ കണ്ടുപിടിക്കേണ്ടത് നിനക്ക് അത്യാവശ്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിൻ്റെ സിറ്റുവേഷൻ കൊണ്ട് പറഞ്ഞു പോകുന്നതാ. നീ പറ്റുവാണെങ്കിൽ നാളെ തന്നെ ശ്രാവണയും കൊണ്ട് തിരിച്ചു പോകണം ന്യൂയോർക്കിലോട്ട്. പറ്റുവാണെങ്കിലല്ല, പോയേ പറ്റൂ. വിക്കി എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. എനിക്കിന്ന് 2 പ്രാവശ്യം അവൻ വാണിങ് എന്നേക്കുന്നത്. അവനോട് ആരോ ചെന്ന് പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടീനെയല്ല ആൺകുട്ടീനെയാന്ന്. അതിനെ ആരാ എന്താന്നുള്ള ഡീറ്റെയിൽസ് കൂടെ കിട്ടിയാൽ അവൻ കൊന്നു കളയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് എന്നെ ആയിരിക്കത്തില്ല. ഞാൻ കേക്ക് എന്നെ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയാലും ഒരിക്കലും അവൻ എൻ്റെ അടുത്ത് അത് ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിന്നെ അവൻ എന്തും ചെയ്യാൻ മടിക്കത്തില്ല. അതുകൊണ്ട് പറയാ, നീ ശ്രാവണയും കൊണ്ട് പോ പ്ലീസ്. ഞാൻ നിൻ്റെ കാല് വേണമെങ്കിൽ പിടിക്കാം. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്ട പറയുന്നത്. അവൻ്റെ മുമ്പിൽ ഒരു ബലിയാടാക്കി നിന്നെ ഇട്ട് കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അവൻ എന്ത് വേണോ ചെയ്യും. അവൻ്റെ ലൈഫ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം ഞാനാ. അതിനവൻ എന്തും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, നീ ശ്രാവണയും കൊണ്ട് നാളത്തെ ഏതെങ്കിലും ഫ്ലൈറ്റിൽ തന്നെ പോവാൻ നോക്ക് തിരിച്ച്. ഓക്കെ, പക്ഷേ എനിക്ക് പോകാൻ പറ്റത്തില്ല യുവ. എന്നും ലൈഫിലെന്നും നിന്നെ എന്ന് ഞാൻ സ്നേഹിച്ചു തുടങ്ങിയോ, എന്ന് ഞാൻ നീ റിലേഷനിലായോ, അന്ന് തൊട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കരയത്തില്ല. നീ കാണാതെ കണ്ടു എല്ലാം ഒരുപാട് ഞാൻ കരഞ്ഞതാ. ഇനി എന്നെ അതിന് കിട്ടത്തില്ല യുവ. എന്ന് നമ്മൾ റിലേഷനിലായോ അന്ന് തൊട്ട് ഈ നിമിഷം വരെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തും സാക്രിഫൈസ് ചെയ്തും ഒളിച്ചും പാത്തും എല്ലാ സ്ഥലത്തും നിന്നെ കാണാനും ഓൾമോസ്റ്റ് എല്ലാവിധ റിസ്ക് കൊടുത്തിട്ടുള്ള ഞാൻ. എൻ്റെ അച്ഛന് ഓൾമോസ്റ്റ് ഇതിൻ്റെ കാര്യം അറിയാം. ഞാനായിട്ട് പറയട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങേര് എന്നോട് ചോദിക്കാത്തത്. പക്ഷെ നീ കാണിക്കുന്നുണ്ടല്ലോ, ഇനി വേണ്ട. ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ഞാൻ നിൻ്റെ അവിഹിതമൊന്നും അല്ല യുവ.
നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. വി ആർ ലവിങ് ഈച്ച് അതർ. അത് നീ ആദ്യം മനസ്സിലാക്കും. വേറെ സംസാരമൊന്നുമില്ല. ഐ വാണ്ട് ടു ഔട്ട് ഫ്രം ദിസ്. ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ യുവ. ഇതിന് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ശരിയാകത്തില്ല. പേടിച്ചൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നിനക്ക് നല്ലത്. എനിക്ക് എൻ്റെ അനിയനെ തപ്പാതിരിക്കാൻ പറ്റത്തില്ല. അന്വേഷിച്ചേ പറ്റൂ, കണ്ടുപിടിച്ചേ പറ്റൂ, കൂടെ അവനെ കൊണ്ടുപോയേ പറ്റൂ. അതുവരെ ഞാനിവിടെ കാണും. പഴയതുപോലെ ഇനി ഒന്നും നിനക്ക് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യത്തില്ല, മാറ്റി നിർത്തത്തുമില്ല. പിന്നെ ഇതിവിടെ തീരുക. നമ്മൾ തമ്മിലുള്ള എല്ലാം ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ബൈ, ഗുഡ് നൈറ്റ്. എന്തു പറയാനാ? Yeah, he's right. Let's stop here. എല്ലാം അതെ അളിയോ, ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ചേട്ടൻ കരഞ്ഞാൽ ഞാൻ സഹിക്കത്തില്ല. അതുകൊണ്ട് പറയാം, ഒരു പാവ. അവന് നിങ്ങളെ ഒരുപാട് ഇഷ്ടം. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഞാനിവിടെ നിന്നതോ ഇതൊന്നും കേട്ടതോ ഒന്നും അവനറിയത്തില്ല. നാളെ അവൻ ഭയങ്കര നോർമലായിട്ടായിരിക്കും എന്നോട് പെരുമാറുന്നത്. ഇന്ന് നിങ്ങൾ അവനെ നഷ്ടപ്പെടുത്തിയാവും, അത് നിങ്ങളുടെ തീരെ നഷ്ടമായിരിക്കും. നോക്കിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, വെറുതെ അവനെ വിട്ടുകളയരുത്. അവൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, അതെനിക്കറിയാം. ഇല്ലാതെ അവൻ ഇങ്ങനെയൊന്നും പറയത്തില്ല. വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. പോട്ടെ. ശ്രാവണ, എന്നെ ഒന്നിനും കൊള്ളില്ല, ഒന്നിനും. ആര്യ, എപ്പോ വന്നടാ? കുറെ നേരമായോ? സോറിടാ, വീട്ടിൽ നിന്ന് എൻ്റെ ഒരു കസിൻ ബ്രദർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പനും അമ്മയും കൂടെ പറഞ്ഞു വിട്ടതാ. അവരെ കാണാൻ പോയി, അതാ ലേറ്റായ. നിനക്ക് സുഖമല്ലേ? മേ ബി. സുഖത്തിനൊന്നും ഒരു കുറവില്ലടാ, അത്യാവശ്യം സുഖമൊക്കെ തന്നെയാണ്. എന്താണ് നീ എന്നെ കാണണമെന്ന് പറഞ്ഞേ? നീ വിളിച്ചപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പം നേരത്തെ വീട്ടിൽ എത്തും. അനിയൻ ചെറുക്കൻ കുറച്ച് കന്നന്തരിവൊക്കെ കാണിച്ചിട്ടേ ചെറുതായിട്ടൊരു പേടിയുണ്ട് എനിക്കിപ്പോൾ. അതുകൊണ്ട് നേരത്തെ വീട്ടിൽ കയറും. എന്താ അതുകൊട്ടെ, പൃഥ്വി അവനൊക്കെ അല്ലേ? എങ്ങനെ പോകുന്നു റിലേഷൻഷിപ്പൊക്കെ? ഹാപ്പി അല്ലേ? നിൻ്റെ അതേ ഉത്തരം തന്നെയാണ് ഓൾമോസ്റ്റ്. എന്നാൽ ഒരു 100% ഉണ്ടെങ്കിൽ അതിലൊരു 40 ഞാൻ ഹാപ്പിയാണ്, ബാക്കി ഞാൻ ഹാപ്പിയല്ല. റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനും ഞങ്ങളുടെ കാര്യം പറയാനായിട്ടാണ് നിന്നെ കാണണമെന്ന് പറഞ്ഞത്. ആര്യ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നീ ഇതെങ്ങനെ എടുക്കും, ഏത് രീതിയിലെടുക്കും ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിൻ്റെ അത്രയും എനിക്ക് നിന്നെപ്പോലെ അത്രയും അടുപ്പമുള്ള ഒരാൾ, എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളോട് മാത്രമേ ഇതൊക്കെ പറയാനും ഹെൽപ്പ് ചോദിക്കാനും ഇപ്പോൾ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. എടാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ എങ്ങനെ എടുക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് പറഞ്ഞേ പറ്റൂ, ഇതെനിക്ക് ചെയ്തേ പറ്റൂ. നീ എന്താടാ മനുഷ്യനായിട്ട് ടെൻഷനാക്കുന്നത്? എന്താടാ, വൃത്തിക്ക് എന്തെങ്കിലും പറ്റുമോ? എന്താ കാര്യം എന്താന്ന് പറഞ്ഞ് തുലക്കിടക്കൂലേ? ഇതാ എനിക്ക് വേണ്ടത്. പണ്ട് മുതലേ ഞാൻ കാണുന്നതാ നിനക്ക് പൃഥ്വിയുടെ അടുത്ത് അത്രയും കെയറും സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോൾ നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പോലെ വേറൊരാളെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ അടുത്ത് തന്നെ വന്നത്. അവനൊന്നും പറ്റിയില്ല,
അവൻ എന്തെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ നിന്നോടിപ്പോൾ ഇതൊക്കെ പറയുന്നത്. അവനെന്ത് പറ്റാൻ? അല്ലെങ്കിൽ അവനൊന്നും പറ്റത്തില്ല. അതിന് ഞാൻ ചാവണം. അവനെന്നല്ല, നമ്മുടെ ഉള്ള ആർക്കും. നീ കാര്യം പറ. എന്ത് തേങ്ങയെന്ന് വെച്ചാൽ പറഞ്ഞ് തുലയ്ക്ക്, എന്നിട്ട് ഇങ്ങനെയൊക്കെ നിന്ന് പറ. ഓക്കെ, പറയാം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കസിൻ ബ്രദറിനെ കാണാനാ ഞാൻ പോയിരുന്നേന്ന്. കഴിഞ്ഞ മാസം അമ്മച്ചീനെ കാണാൻ വന്നിരുന്നു. അവരുടെയൊക്കെ മുമ്പിൽ ഞാനും ഋത്വിയും ഫ്രണ്ട്സാ കഴിഞ്ഞ 3-4 കൊല്ലങ്ങളായിട്ട്. പക്ഷെ ആരോ പോയി പറഞ്ഞു കൊടുത്തടാ ഞാനും അവനും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. അമ്മച്ചി വന്നു പറഞ്ഞു. ഞാൻ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ 4 പേരുടെ ശവം ഞാൻ കാണേണ്ടി വരും. അമ്മച്ചിയുടെ, അപ്പച്ചൻ്റെയും പെങ്ങളുടെ. പോട്ടെ, ഞാൻ തമാശ എന്നാ വിചാരിച്ചത്. ഒരാഴ്ച മുമ്പേ അച്ഛനെ കാണാൻ വന്നിരുന്നു. പെങ്ങളുടെ ഒരു കല്യാണം മുടങ്ങി. അത് ഞാൻ കാരണമെന്നും എൻ്റെ ഋതിയുടെയും ബന്ധം കാരണമെന്നാ പറയുന്നത്. അവള് തൂങ്ങാൻ കയറി. ആ വീഡിയോ സഹിതം എനിക്ക് കാണിച്ചതാ. അറിഞ്ഞൂടാ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, ഏത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇന്ന് ആ ചെറുക്കൻ വന്നത് അവളുടെ കല്യാണം വേറൊരാളായിട്ട് ഉറപ്പിച്ചെന്ന് പറയാനാ. ഇത് ഞാൻ കാരണം മുടങ്ങിയ പിന്നെ അവരാരും ജീവിച്ചിരിക്കില്ലെന്നാ പറയുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്തതാ ആര്യ. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞാൻ ഫ്ലാറ്റിൽ പോയിട്ടില്ല. എന്നോട് വിക്കി പോകാൻ പറഞ്ഞാലും ഞാൻ പോയിട്ടില്ല. മനഃപൂർവ്വം അവിടെ നിൽക്കുമായിരുന്നു. കാരണം എനിക്കറിയത്തില്ല എങ്ങനെ. എല്ലാവരും വേണം എനിക്ക്, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാടാ? നീ പറ. അവരെ വിശ്വസിപ്പിക്കാനെങ്കിലും അവരെ കണ്ണിൽ പൊടിയിടാനെങ്കിലും എനിക്ക് ഋത്വിയായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചേ പറ്റൂ. എനിക്കവരെ ബ്രേക്കപ്പ് ചെയ്തേ പറ്റൂ ആര്യ. ഒരൊറ്റ വീക്കങ്ങ് വെച്ചെന്നുണ്ടല്ലോ പൊന്നെ പൊളയാടി മോനെ. നിനക്ക് പ്രേമിക്കുമ്പോൾ ഇതൊന്നും നിന്റെ ശാസ്ത്രത്തിൽ പിന്നെ ഇങ്ങനെയുള്ള മയിലൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ അല്ലേ? എടാ, നീ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് അവനെ എന്തുമാത്രം വേദനിപ്പിക്കും നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ്. എടാ, അവൻ ആരുമില്ല. നിനക്കൊപ്പനുണ്ട്, അമ്മയുണ്ട്, ഈ പറയും പോലെ പെങ്ങളുണ്ട്, കുടുംബക്കാരും മൊത്തമുണ്ട്. അവൻ പോയി ചത്ത ഒരു പട്ടിയും ചോദിക്കാൻ വരത്തില്ലെന്നുള്ള ധൈര്യമായിരിക്കുമല്ലേ നിനക്ക്? പക്ഷെ ഞാനുണ്ട്, അത് നീ മറക്കണ്ട. ഈ തെറ്റിത്തരം നീ അവനോട് കാണിക്കുക സമ്മതിക്കത്തില്ല. നിന്നെ ഞാൻ കൊന്നു കളയും തോമി. എടാ, പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറ? ഞാൻ എന്ത് ചെയ്യണം? സ്വന്തം കുടുംബം മുമ്പിൽ മരിച്ച് ജീവനില്ലാതെ കിടക്കുന്ന കാണണം? പറ്റത്തില്ല ആര്യ. എനിക്ക് അവനും ഒരുപോലെ. എടാ, അവൻ്റെ മുമ്പിൽ എനിക്ക് അഭിനയിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സീക്രട്ട് റിലേഷൻഷിപ്പ് ആനാ ചേനാന്നൊക്കെ പറഞ്ഞ് അവന് ഞാൻ മൊത്തത്തിൽ ഉടക്കാം. അവൻ്റെ മുമ്പിൽ അവനറിയാതെ അവനോട് ഞാനായിട്ട് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് എടാ, ഞാൻ അവനെ കളയുമല്ല. പിന്നോട് സാവകാശം അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നീതി മനസ്സിലാക്ക്. ഞാൻ അവനെ കളയത്തില്ലടാ. എൻ്റെ അമ്മച്ചിയാണ് സത്യം. എൻ്റെ അമ്മ സത്യമായിട്ട് എനിക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ അവനെ കളയത്തില്ല. എൻ്റെ വീട്ടുകാരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഇതൊന്ന് ചെയ്തോട്ടെ. നീ ചെയ്തോ. എന്ത് തേങ്ങാന്ന് വെച്ചാൽ നീ ചെയ്ത് കൂട്ടിക്കോ. അതിന് നീ എന്നെ എന്തിനാ വിളിച്ചേ? എൻ്റെ സമാധാനം കൂടെ കളയാനായിട്ട് നീ എന്തിനാ എന്നെ ഇതൊക്കെ അറിയിച്ചേ?
എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയേ അത് നീ പറ. നിന്റെ ഈ വിഷമം പറയാൻ മാത്രമായിട്ട് നീ എന്നെ വിളിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് വിക്കിയിലെടുത്തോ, അല്ലെങ്കിൽ എന്താ എന്നോട് പറയുന്നേക്കാൾ കൂടുതൽ ബന്ധവും എല്ലാം നിനക്ക് വിക്കിയിലെടുത്താണല്ലോ. അപ്പം അവനോട് തന്നെ നീ പറയുമായിരുന്നു. എത്ര പേടിയാണെങ്കിലും നിനക്കൊരു സങ്കടം വന്നാൽ നീ അത് അവനോട് പറയും. പക്ഷെ അത് പറയാതെ നീ എന്നെ വിളിച്ചെന്തിനാ? എനിക്കൊരു സമാധാനം ഇല്ലാതാക്കാനോ? പൃഥ്വിയുടെ കാര്യമാണെങ്കിൽ ഞാൻ ഓക്കെ ആയിരിക്കത്തില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അപ്പം മനഃപൂർവ്വം നീ എന്നെ വിളിച്ചത്. നീ ഒന്ന് അടങ്ങാരിയ, ഞാനൊന്ന് പറയട്ടെ. നീ അതിനു മുമ്പ് ചാടിക്കറി ഇങ്ങനെ ഹൈപ്പർ ആവാതെ. എടാ, എനിക്കറിയാം നിനക്ക് പൃഥ്വിയുടെ അടുത്തുള്ള അത്രയും കെയറും ഫ്രണ്ട്ഷിപ്പും എല്ലാം എനിക്കറിയാം. എടാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അത്രയും ട്രസ്റ്റ് ഉള്ള ഒരാളെ മാത്രമേ ഇതൊക്കെ എനിക്ക് ഏൽപ്പിക്കാൻ പറ്റൂ. എടാ, അവനോട് ഞാൻ പോയി വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്കപ്പ് പറയുന്നത്, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ ലൈഫിൽ നിന്നേ പോവും. അതെനിക്ക് പറ്റത്തില്ല. അല്ലാതെ ഞാനായിട്ട് എന്നെ ശരിക്കും പറയുന്ന പോലെ പറഞ്ഞിട്ട് പോയിട്ട് പിന്നോട് നീ സത്യം എന്താന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ അക്സെപ്റ്റ് ചെയ്യും. അതെനിക്ക് ഉറപ്പാന്നല്ല, അവൻ ചെയ്തിരിക്കും. അവൻ അത്രയ്ക്ക് പാവമാണ്, അവനെന്നെ മനസ്സിലാക്കും. പക്ഷെ ഇപ്പം ഞാൻ അവനോട് ഈ കാര്യമെല്ലാം പോയി പറഞ്ഞാൽ അത് ഇപ്പം ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിന് കൂടുതൽ വഷളാക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് പറയാം, അതിന് നിൻ്റെ ഹെൽപ്പ് എനിക്ക് വേണം. അതിന് എന്ത് ചെയ്തിട്ടായാലും എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണം ആര്യ. നീ ഇല്ലാതെ എനിക്ക് ഈ പ്ലാന് വർക്കൗട്ട് ആക്കാൻ പറ്റത്തില്ല ആര്യ. എൻ്റെ പെങ്ങളി അവളെ ഇനി മരിക്കുകയെല്ലാം ചെയ്ത എനിക്ക് താങ്ങാൻ പറ്റത്തില്ല ആര്യ. എടാ മൈര, നീ കൂടുതൽ കിടന്ന് കുണയ്ക്കാതെ. നീ പറയുന്നതും ചെയ്യാൻ പോകുന്നതും ഒന്നും നീ ഇനി എത്രയൊക്കെ എങ്ങനെയൊക്കെ നല്ലവനായിട്ട് എൻ്റെ മുമ്പ് ആടിയാലും നല്ലതല്ല. അതുകൊണ്ട് കാര്യം എന്താണെന്ന് മാത്രം നീ ഉണ്ടാക്കിയാൽ മതി. ആര്യ, നീ സമാധാനത്തിൽ കേൾക്കണം. വേറൊന്നുമല്ല, നീ ജസ്റ്റ് അവനോടൊന്ന് ക്ലോസ് ആയിട്ട് പെരുമാറിയാൽ മതി. ആ ഒരു റീസൺ പറഞ്ഞ് ഞാൻ അവനെ ബ്രേക്കപ്പ് ചെയ്തോളാം. അതിനുശേഷം നീ ഞാൻ ഒരുമിച്ച് അവനെ പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ. പ്ലീസ് ആര്യ. എടാ, ഞാൻ നിന്റെ കാല് വേണമെങ്കിൽ പിടിക്കാം. എനിക്കെല്ലാവരും വേണം. എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടോ നീ മനസ്സിലാക്കും. ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കാൻ ഞാനിപ്പോൾ എല്ലാം കൂടെ കളഞ്ഞിട്ട് ഞാൻ പോയി ചത്താലോ എന്ന് വിചാരിക്കും ഇപ്പോൾ. എടാ, നീ എൻ്റെ കൈ ഒഴിയരുത്. എനിക്ക് വേറെ ആരുമില്ല ഇപ്പോൾ ചോദിക്കാനായിട്ട്. ഇത്രയും വിശ്വാസത്തോടെ, ഇത്രയും ധൈര്യത്തോടെ. നല്ല ഐഡിയ. എന്നാ പോയി ചാവടാ. ശരി, ഞാൻ ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ. നീ അവനെ ചതിച്ച ഞാൻ നിന്നെ എന്ത് ചെയ്യട്ടെ? അതുകൂടെ പറ. ഞാൻ അവനെ ചതിച്ച നിനക്ക് എന്താണോ അന്നേരം എന്നെ ചെയ്യാൻ തോന്നുന്നത്? കൊല്ലാൻ തോന്നിയാലും കൊന്നോ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഞാൻ അവനെ ചതിക്കില്ലെന്ന്. ഇത് നീ ഓർത്തു വെച്ചോ. ഇപ്പൊ ഈ പറഞ്ഞത് ഞാൻ പോവാ. നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മൂലം നീ ബ്രേക്കപ്പ് അവനെ കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ കറക്റ്റാ ചെയ്യും. പക്ഷേ അവൻ എന്തായാലും വേദനിക്കും നീ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ. അതിനുശേഷം നീ വന്ന് സംസാരിച്ച് എല്ലാം ശരിയാക്കി തിരിച്ച് അവനുമായിട്ട് പഴയതുപോലെ ആയില്ലെങ്കിൽ പൊന്നു മോനെ, നിനക്ക് നന്നായിട്ടറിയാം ആര്യനെ. അറിയാലോ, ഇക്കാര്യം ആര്യം മാത്രമായിരിക്കില്ല പിന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. വിക്കിയോടും കൂടെ ഞാൻ പറയും. പിന്നെ നീ തീർന്നു, മറക്കണ്ട. എടാ, ഇല്ല, അവനെന്നെ മനസ്സിലാക്കും. ഞങ്ങളുടെ പ്രണയം സത്യമാണ്. അങ്ങനെ ഒരു വിധിക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് അവനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടേക്കാം. അതിന് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അവനെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തത്തില്ല.
ശക്തിമാൻ ശക്തിമാൻ. ഓ, ഈ വീട്ടിലെല്ലാവർക്കും 4 മണിയാകുമ്പോൾ ലീവുണ്ട്, എനിക്ക് മാത്രം രാത്രി 10 മണി കഴിഞ്ഞു. എന്തിനു പറയാൻ. പിന്നെ ഒരു സമാധാനം അതിനൊത്ത പൈസ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇതിനെ കൊണ്ട് ആ ചെറുക്കനെ കൊണ്ട് കൊടുത്തിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. ഓ ഗോഡ്, വാട്ട് എ ടാസ്ക്. ആ ചെറുക്കൻ്റെ മൂഞ്ചി കാണുമ്പോൾ എനിക്ക് വഴക്കൂടാൻ തോന്നും. അതിനേക്കാൾ വലിയ ടാസ്ക് വേറെ. വിക്കി കിടന്നില്ലേ? ഞാൻ കിടന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ നിൽക്കോടാ മൊണ്ണേ. ഇല്ലല്ലോ, നീ ഫുഡും കിട്, ഞാൻ കൊണ്ട് കൊടുത്തോളാം. പിന്നെ നീ ഇന്ന് വീട്ടിൽ പോകുന്നില്ല, ഇവിടെയാ നൈറ്റ്. ആ അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഡീലുണ്ടല്ലോ, അതിൻ്റെ ചെറിയൊരു ഫയൽ വർക്ക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നീ ഇവിടെ ഇരുന്ന് ചെയ്താൽ മതി. വീട്ടിൽ പോയി കഴിഞ്ഞാൽ 24 മണിക്കൂർ നിന്നെ കിടന്ന് വിളിക്കാനൊന്നും എനിക്ക് വയ്യ. പോ. ഓക്കെ വിക്കി. എന്ത് കഷ്ടം ഇത്, എനിക്ക് മാത്രം എന്തോന്നടേ ഇങ്ങനെ. യുവേട്ടാ എവിടെയായിരുന്നു? എവിടെന്നാ ഇങ്ങനെ മോന്തേക്ക് എന്താ വല്ലാണ്ടിരിക്കുന്നത്? എന്തു പറ്റി? ആരെയെന്തെങ്കിലും വല്ല പണിയും കിട്ടിയാ? ചെറുതായിട്ട് പണി കിട്ടി. അതിപ്പോൾ നിന്നോട് പറയാമെന്ന് വിചാരിച്ചാ പറയാനും ഒക്കത്തില്ലടാ. പിന്നെ ഞാനീ എന്ത് ചെയ്യാനാ? അല്ല, അസുരൻ ആർക്കാ ആഹാരം കൊണ്ടുപോയത്? അവന് തന്നെയാണോ? അതിന് അവൻ്റെ റൂം അങ്ങോട്ടല്ലല്ലോ. അല്ല, അവിടെ ആരുമില്ലല്ലോ. ഇവനിനി വല്ല പ്രേതവും പുതിയ കമ്പനി ആയിട്ടുണ്ടോ? ഇത് നല്ല കഥ. പിന്നെ ഈ വീട്ടിലാണെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പൊതുവേ നിങ്ങൾ അറിയാറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. ഇറ്റ്സ് ഓക്കെ. അതെ, താഴെ ഒരു ചെറുക്കനെ പിടിച്ചുകൊണ്ടിട്ടുണ്ട്, ശിവ എന്നാ പേര്. അവനെ കൊണ്ടുപോയതാ. ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി പോയപ്പം ഞാൻ കൊണ്ടുപോയിക്കോളാം, നീ ഇവിടെ തന്നെ നിൽക്കണം, ഫയൽ വർക്ക്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട് പോയതാ. നമ്മുടെ വിധി ഇങ്ങനെ ഫയല് നോക്കി തീരുവേ. അല്ലട ചെറുക്ക പോയാ. ഇവിടെ മൊത്തം ഇങ്ങനെ ആരെങ്കിലും വല്ല പറയുന്ന കേൾക്കാതെ എല്ലാവരും അങ്ങ് പോകും. അല്ലേ മനുഷ്യൻ. ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ വിഷമം ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പൃഥ്വിയുമില്ല. അവനോട് പറഞ്ഞ അവൻ ലോജിക്കലി എന്നെ തളർത്തിക്കളയും. എന്തുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങൾ നമുക്കൊരു സ്ട്രേഞ്ചറുമായി ഷെയർ ചെയ്തുകൂടാ? അതിന് വലിയ തെറ്റൊന്നും തോന്നില്ല. സുരൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് അവൻ ചേട്ടനാണെന്ന് പോലും നോക്കത്തില്ല. കൊണ്ടുപോയ പാത്രം എടുത്ത് തലക്കടിച്ചിരും. അതിനേക്കാൾ ഭേദം ഒന്ന് ഫ്രഷായി വരുമ്പോൾ അവൻ അവിടെ നിന്ന് കയറി വരും. എന്നിട്ട് പോയിരുന്ന ചെറുക്കനോട് സംസാരിക്കാം. അങ്ങനെയെങ്കിലും സമാധാനം കണ്ടെത്താൻ നോക്കാം. എന്താ അഗ്നി നോക്കുന്ന? നീ കഴിച്ചായിരുന്നോ? ഒന്നുമില്ല. ഞാൻ കഴിച്ചിട്ടാണ് നിനക്ക് കൊണ്ടുവന്നത്. കഴിക്കും. താമസിക്കാതെ നിന്നോടൊന്ന് രക്ഷിക്കാം കേട്ടോ. മതി. എനിക്കിപ്പോൾ അതെടുത്ത് ടെൻഷനൊന്നുമില്ല. അഗ്നി ഉണ്ടല്ലോ എൻ്റെ അടുത്ത്. മറ്റേ പുള്ളി ഇവിടെ ഉണ്ടോ? അസുർ വിക്രം. ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഇല്ലാതെ എങ്ങോട്ട് പോകാനാ? എന്താ വിക്കിയോട് വല്ലതും പറയണോ? അയ്യോ വേണ്ട, എനിക്ക് അയാളെ ഇഷ്ടമല്ല. പോരാഞ്ഞിട്ടും അയാളെനിക്ക് വെറുപ്പാ, പിന്നെ പേടിയാ. വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതാ. അഗ്നി ഇരിക്ക്. ഞാൻ നിന്നോളാം. ഋത്വി പറഞ്ഞായിരുന്നു ഉമ്മായോടും അബുവിനോടും പറയാമെന്ന്, ഞാൻ സേഫാണെന്ന്. അഗ്നി അതറിഞ്ഞായിരുന്നോ? ഋത്വി പറഞ്ഞാണോ അല്ലേ? ഇല്ല, പറഞ്ഞില്ല. അവൻ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടാ അവൻ നിൻ്റെ വീട്ടിൽ പറയാമെന്ന് വിചാരിച്ചത്. പക്ഷേ എവിടെയാണെന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. നിസ്സഹായതയായിപ്പോയി. അതുകൊണ്ടാണ്. നിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവൻ പറയാതെ തിരിച്ചു പോയി. നാളെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കഴിക്ക്. അല്ല അഗ്നി, അയാൾ എന്നെ ഇവിടെ നിന്ന് വിടുമായിരിക്കുമല്ലോ അല്ലേ? വേറൊന്നുമല്ല, അയാളെന്നെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചാലും നീ സഹായനായിട്ട് നിൽക്കുമോ അതോ എനിക്ക് വേണ്ടി പ്രതികരിക്കുമോ? ശിവ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ കെട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ആയിരിക്കും. അതോർത്ത് നീ പേടിക്കണ്ട. നീ ഇവിടെ സേഫാ. എൻ്റെ കൈക്കുള്ളിലാണ് നീ ഇരിക്കുന്നത്.
ഇവിടെ നിനക്കൊന്നും പറ്റത്തില്ല, മനസ്സിലായോ? നിനക്ക് പോലും അസൂയ തോന്നും വിധത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അത്രത്തോളമൊന്നും നീ മനസ്സിലാക്കാറായിട്ടുമില്ല. അവിടെ വരെയൊന്നും നീ എന്നെ സ്നേഹിച്ചിട്ടുമില്ല. എന്നെയാ നീ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോയത്. എന്നാലും ഞാൻ തോറ്റു കൊടുക്കത്തില്ല. നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ട് കളയാനും പോകുന്നില്ല. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ആലോചിച്ച് ശിവ പേടിക്കണ്ട. ഐ വിൽ ഓൾവേസ് വിത്ത് യു. ട്രസ്റ്റ് മീ. ഓക്കെ? ഗുഡ് നൈറ്റ്. കഴിച്ചിട്ട് പാത്രം ഇവിടെ തന്നെ വെച്ചാൽ മതി. രാവിലെ വിയാൻ വരുമ്പോൾ എടുത്തോളൂ. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ലവ് യു. അവസരം പോയാ എൻ്റെ സമാധാനം. അനിയൻ തണ്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പച്ചക്ക് വെട്ടി കീറി തിന്നാനല്ലേ ഇരിക്കുന്നേ. ഹായ്. ആരാ? എന്താ ഇവിടെ ആരും ഇല്ല? അഗ്നി ആരാടോ? അഗ്നിയാ? അതാര്? മിണ്ടരുത്, മിണ്ടിപ്പോരുത്. ഇവിടെ ആരെങ്കിലും ഉണ്ടാന്നേ ഞാൻ ചോദിച്ചില്ല. ഞാനിവിടുത്തെ അസുർ വിക്രമിൻ്റെ ചേട്ടനാ, യുവ വിക്രം. എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറയാനുള്ളൂ. നീ തിരിച്ചൊന്നും പറയണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേട്ടാൽ മാത്രം മതി. എന്നിട്ട് നിൻ്റെ ഒരു ഒപ്പീനിയൻ എനിക്ക് വേണം. ഓക്കെ? റെഡി ഫോർ ദാറ്റ്. ഇയാൾക്കെന്താ വട്ടാണോ? ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? താൻ ഇനി ആരാ ചേട്ടനായിരുന്നാലും ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? എൻ്റെ പൊന്നു ചേട്ടാ, പറയുന്നുണ്ടെന്നും തോന്നരുത്. അല്ലെങ്കിൽ ഞാനിവിടെ നരകതുല്യമായിട്ടുള്ള ജീവിതത്തിലാണ് കിടക്കുന്നത്. എൻ്റെ കൂടെ ചേട്ടനും കൂടെ വന്ന് എന്നെ നരകത്തിൽ കാലിനിട്ട് കുത്തുപോലെ കുത്താതെത്തി കയറി പോയി തരുമോ? അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഐ വാണ്ട് യുവർ ഒപ്പീനിയൻ. നിനക്കിതൊക്കെ കേട്ടിട്ട് എന്താ തോന്നുന്നത്? നീ തന്നെ പറ. ശിവ, എന്നോട് വിയാൻ പറഞ്ഞായിരുന്നു നിൻ്റെ പേര്. പറ, നീയാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യും? ഇതൊരു അരവട്ടന. അനിയും മുഴുവട്ടനാണെങ്കിൽ ചേട്ടൻ ഒരവട്ടനാ. മിക്കവാറും എന്നെ കൊല്ലുമെന്ന് തോന്നുന്നത്. ലോജിക്കലി പറഞ്ഞാൽ എനിക്ക് ലവിനെ കുറിച്ച് പറയാനേ അർഹതയില്ല. സത്യമായിട്ടും ഞാനീ പ്രേമിക്കും തേക്കും, പ്രേമിക്കും തേക്കും, ആ പരിപാടിയൊക്കെ ആയിരുന്നു. ആൻഡ് ഫൈനലി ഐ ഫെൽ ഫോർ ഹിം. അഗ്നി എനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ചേട്ടൻ്റെ കഥയൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുക ആ ചേട്ടൻ്റെ ഭാഗത്താണ് ശരിയെന്ന്. ബിക്കോസ് ആ ചേട്ടൻ ചിന്തിക്കുന്നതും ശരിയല്ലേ? പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിലും എവിടേക്കോ കുറച്ച് ശരികളൊക്കെ ഉണ്ട്. നിനക്ക് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ ഏതാ ശരി തെറ്റെന്ന്. ഇത് തന്നെ എൻ്റെ അവസ്ഥ. എൻ്റെ സിറ്റുവേഷൻ അവൻ മനസ്സിലാക്കുന്നില്ല. എനിക്കെൻ്റെ അനിയനെ ഭയങ്കര പേടിയാണ്. ഇവിടെ ഉള്ള ആരും എൻ്റെ വിഷമം കേൾക്കത്തില്ല. നീയെങ്കിലും കേട്ടോട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞതാ. ഞാൻ എൻ്റെ അനിയനെ പോലെ അത്ര ദുഷ്ടനൊന്നുമല്ല. ബിഗ് സീറോയാ. സത്യം പറയാമല്ലോ, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവനിൽ തന്നെ ബ്രേക്കപ്പ് പറഞ്ഞു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് നീ പറഞ്ഞ പോലെ. അല്ല, നീ ആരെയും സ്നേഹിക്കുന്നത് പറഞ്ഞാൽ അഗ്നിയോ? ഈ അഗ്നി ആരാ? ഇയാൾക്ക് അഗ്നി ആരാന്ന് അറിയില്ലേ? അഗ്നി അറിയത്തില്ലേ? അസുർ വിക്രമിൻ്റെ ചേട്ടനാന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അഗ്നി അറിയാൻ വഴിയുണ്ടല്ലോ. അഗ്നി അസുർ വിക്രമും പാർട്ട്നേഴ്സാണ്. ഇവിടുത്തെ 4-5 പബ്ബുകളൊക്കെ അവർ ഒരുമിച്ചാണ് നടത്തുന്നത്. അവരേതാണ്ട് ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞത്. ഇവിടെ തന്നെ ഉണ്ട്. കുറച്ച് മുന്നേ ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. ചേട്ടന് അഗ്നി അറിയത്തില്ലേ? എനിക്കറിയത്തില്ല, ആരാണോ എന്തോ. പിന്നെ അവൻ്റെ ബിസിനസ് കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. ഇതിന് ഏത് അവതാരമാണോ എന്തോ, പുതിയ ഏതെങ്കിലും പാർട്ട്നേഴ്സ് ആയിരിക്കും. അതാ എനിക്കറിയാൻ വഴിയില്ലാത്തത്. അതുകൊട്ടെ, നീ വിഷമിക്കൊന്നും വേണ്ടടാ. എന്നെ വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ പോകുമ്പോൾ കഥ അടയ്ക്കാതെ പോവാം. നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. അയ്യോ, അതൊന്നും വേണ്ട. അഗ്നി എന്നോട് പറഞ്ഞ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാനാ. അത് കഴിഞ്ഞ് എൻ്റെ അഗ്നി എന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചോളും. ചേട്ടൻ എന്നെ ഹെൽപ്പൊന്നും ചെയ്യണ്ട. ചേട്ടൻ പോയി കിടക്കാൻ നോക്ക്, എനിക്ക് ഉറക്കം വരുവാ. ഇതാ ഇപ്പോഴത്തെ പിള്ളേരുടെ പ്രശ്നം. ഉപകാരം എന്ന് പറയുന്ന സാധനം ദഹിക്കത്തില്ല. ഏതായാലും ഞാൻ കഥ അടയ്ക്കുന്നില്ല. രക്ഷപ്പെടണമെങ്കിൽ മോൻ പെട്ടോ. എൻ്റെ ദൈവമേ, ഇയാളിനി വല്ല പൊട്ടനുമാണോ?
ഇയാൾ എന്നെ കയറി വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒപ്പീനിയനും ചോദിച്ചിട്ട് ഇതൊക്കെ കഥവും തുറന്നിട്ട് ഉപയോഗിക്കുന്നു. മണ്ടനാണോ ഇതിന് മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? വെറുതെ അല്ല ആ ചേട്ടൻ ബ്രേക്കപ്പ് പറഞ്ഞത്. നന്നായി, അയാൾ രക്ഷപ്പെട്ടല്ലോ ഈ മണ്ടൻ്റെ കയ്യിൽ നിന്ന്. ബെസ്റ്റ്. അയ്യോ എൻ്റെ അമ്മേ, എനിക്ക് വിശക്കുന്നേ. അരമണിക്കൂറേ ഞാൻ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അഗ്നിക്ക് 2 ചപ്പാത്തി കൂടെ എടുത്ത് വെച്ചുകൊണ്ട് വന്നുകൂടായിരുന്നു ആ പാത്രത്തിൽ. എനിക്ക് വിശന്നിട്ട് കുടല് കരിയുന്നു. നാളെ അഗ്നി വരുമ്പോൾ പറയണം ഒരു 2 ചപ്പാത്തി കൂടെ എക്സ്ട്രാ ഇനി തരാൻ. എനിക്ക് വിശന്നിട്ട് വയ്യ. വന്ന അയാളെ വിളിച്ചാലോ? ഞാനെങ്ങനെ വിളിക്കുന്നേ? ഞാനിവിടെ തടവില്ലാന്നുള്ള കാര്യം മറന്നു പോവാം. കഥവ് പറയുമ്പോൾ ഓപ്പൺ ആണല്ലോ. ഇപ്പോൾ ആരെങ്കിലും ഉണർന്നിരിക്കുമായിരിക്കുമോ? ദൈവമേ, ഞാനെങ്ങാണ് ഇതിൻ്റെ പുറത്തിറങ്ങുന്ന സമയത്തിന് ആ കാലമാടൻ അങ്ങനെ എണീറ്റിരിപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ അവൻ എന്നെ പിടിച്ച് കെട്ടും. അതിനേക്കാൾ നല്ലത് ഞാൻ വല്ല ട്രെയിൻ പാളത്തിന് തല വയ്ക്കുന്നതാണ്. വിശപ്പിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ശിവ. അയാളിനി പിടിച്ചാലും വേണ്ടത്തില്ല, അയാൾ കെട്ടത്തൊന്നുമില്ല. എൻ്റെ അഗ്നി ഇവിടെ ഉണ്ടല്ലോ. പിന്നെ വിശന്നിട്ട് വയ്യ. ഞാൻ പോവാം. ഷട്ട് അപ്പ് യുവർ ഫക്കിംഗ് മൗത്ത് വിയാൻ. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല, ഓക്കെ? ഞാൻ ഓൺലൈനായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ആ ഡീൽ ഓക്കെ ആയതായിരുന്നു. പിന്നെ നീ സൈൻ ചെയ്യാൻ പോയപ്പോൾ അവർ ഡീൽ ഓക്കെ അല്ലെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്ത് മയിലാണ് സംഭവിച്ചതെന്ന് നീ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് കിടന്ന് കുണക്കി. ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ഇൻ ദിസ് ഫക്കിംഗ് മാസ്റ്റർ പ്ലേ. എന്തിനാ വെറുതെ? നീ തന്നെ പറ. ആൾമാറാട്ടം കളിച്ചിട്ട് എന്ത് കിട്ടാനാ? ഞാനായിട്ട് എന്നെ കളത്തിലിറങ്ങിയാൽ മാത്രമേ പലതും നടക്കത്തുള്ളൂ. ഈ ബിസിനസ്സൊക്കെ കെട്ടിപ്പൊക്കിയതേ എൻ്റെ മുത്തശ്ശനും മറ്റവനൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പം ഇത് കൊണ്ടുപോകുന്ന എൻ്റെ ഒറ്റൊരുത്തൻ്റെ കഴിവുകൊണ്ടാണ്. അതങ്ങനെ പെട്ടെന്ന് വിട്ടൊടിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തുമില്ല. എനിക്കിത്തി ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്യാൻ. നീ നാളത്തെ എൻ്റെ ഫയൽസൊക്കെ റെഡിയാക്കിയോ? പെട്ടെന്ന് റെഡിയാക്കുക. അതും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ നിൻ്റെ കഴുത്തിൻ്റെ മണ്ട ഈ തല കാണത്തില്ല. ആരാ പറയുന്നത് നിനക്കറിയാലോ? അസുർ വിക്രമാണ് പറയുന്നത്. ഗോട്ട് ഇറ്റ്?